ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KSRTCയിലും റവന്യൂ വകുപ്പിന് കീഴിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം റവന്യൂ വകുപ്പിൻ്റെ ദുരന്ത നിവാരണ പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന റിവർ മാനേജ്മെൻറ്റ് സെൻറ്ററിൽ എൻവയോൺമെൻറ്റ് സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് യങ് പ്രൊഫഷണലായി പ്രതിമാസം 30,000 രൂപ വേതനത്തിൽ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നുണ്ട്. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവരുടെ അഭാവത്തിൽ കോഴ്സ് പൂർത്തിയാക്കിയവരെയും പരിഗണിക്കും. ഓൺലൈനായി ഫെബ്രുവരി 10-നകം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആലപ്പുഴ ജില്ലയിൽ കണ്ടക്ടർ, ഡ്രൈവർ കം കണ്ടക്ടർ എന്നീ തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ യഥാക്രമം 94-ഉം 52-ഉം ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട്. കണ്ടക്ടർ തസ്തികയ്ക്കുള്ള യോഗ്യത +2 പുതുക്കിയ കണ്ടക്ടർ ലൈസൻസാണ്. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ 10ാം ക്ലാസ്സും ഹെവി മോട്ടോർ വാഹന ലൈസൻസുമാണ് യോഗ്യത വരുന്നത്. പ്രായം 25 മുതൽ 50 വയസ്സ് വരെയാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡും സഹിതം ചേർത്തല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഫെബ്രുവരി 11-നകം നേരിട്ട് ഹാജരാവണം. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന 2 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന നിയമനം നടത്തുന്നുണ്ട്. അഭിമുഖം ഫെബ്രുവരി 7-ന് രാവിലെ 9:30-ന് തിരുവല്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ്. SLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, B.Ed, M.Ed, MBA യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ 18-നും 40-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൻ്റെ അധീനതയിലുള്ള ആലപ്പുഴ സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് കെയർ ടേക്കറെ ആവശ്യമുണ്ട്. താല്പര്യമുള്ള വിമുക്ത ഭടന്മാർ ഫെബ്രുവരി 9-ന് മുൻപായി ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകുകയോ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ മായിത്തറയിൽ പ്രവർത്തിക്കുന്ന ബാലിക സദനത്തിലേക്ക് കുക്ക്, കെയർ ടേക്കർ തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കുക്ക് തസ്തികയിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ദിവസവേതനം 675 രൂപയാണ്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന കെയർ ടേക്കർ തസ്തികയിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. ദിവസവേതനം 710 രൂപയാണ്. ചേർത്തല നിവാസികളായ വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്. അപേക്ഷകർ രാത്രികാല സേവനത്തിന് സന്നദ്ധരായിരിക്കണം. 2026 ഫെബ്രുവരി 13-ന് 45 വയസ്സ് കവിയാൻ പാടില്ല. പ്രവൃത്തി പരിചയമുള്ളവർക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ അപേക്ഷ, ബയോഡേറ്റ, ഫോട്ടോ എന്നിവയോടൊപ്പം നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി 13-നകം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം സൂപ്രണ്ട്, ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം, മായിത്തറ PO, ആലപ്പുഴ. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന മിഷൻ ഓഫീസിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ, MS ഓഫീസ് അല്ലെങ്കിൽ DCA അല്ലെങ്കിൽ PGDC ആണ്. കൂടാതെ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗ്രാമ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റ് തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ദിവസവേതനം 800 രൂപയാണ് ലഭിക്കുന്നത്. ഒരു മാസം അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന വേതനം 21,600 രൂപയാണ്. താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. അപേക്ഷയുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കി സംസ്ഥാന മിഷൻ നിശ്ചയിക്കുന്ന പ്രകാരം എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ അഭിമുഖ പരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് നടത്തിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷകൾ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്ന നിശ്ചിത അപേക്ഷാ ഫോറത്തിൽ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 10/2/2026 വൈകുന്നേരം 5 മണിക്ക് മുൻപ് നേരിട്ടോ തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്ക് ശേഷം ലഭിക്കുന്നതോ ആവശ്യമായ രേഖകൾ ഉള്ളടക്കം ചെയ്യാത്തതോ ആയ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിലാസം മിഷൻ ഡയറക്ടർ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന മിഷൻ, 3ാം നില, റവന്യൂ കോംപ്ലക്സ്, പബ്ലിക് ഓഫീസ്, വികാസ് ഭവൻ PO, തിരുവനന്തപുരം. പിൻ നമ്പർ 695033.
കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.